അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏറ്റവും ഈസി ആയിട്ട് എന്നാൽ ഏറ്റവും വേഗത്തിൽ നമ്മുടെ ആഗ്രഹങ്ങൾ നേടിയെടുക്കാനുള്ള ഒരു പ്രാർത്ഥനയെക്കുറിച്ചാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. ഇത് വളരെ ശക്തിയുള്ള പ്രാർത്ഥനയാണ്. അതുകൊണ്ട് തന്നെ വെറും 3 വട്ടം ആത്മാർത്ഥമായി ചൊല്ലി നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങൾ റബ്ബിനോട് ചോദിച്ചാൽ ആ കാര്യത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കേണ്ടി വരില്ല. ഉടനെ തന്നെ നടന്നു കിട്ടും ഇൻഷാ അല്ലാഹ്. നമ്മുടെ സൃഷ്ടാവിന്റെ മുഴുവൻ നാമങ്ങളും ചൊല്ലിയിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇസ്മു പ്രത്യേകം ചൊല്ലിയിട്ടോ നമ്മൾ ഒരു കാര്യം ദുആ ചെയ്താൽ അതിന് ഉത്തരമുണ്ട്. നമ്മുടെ മുത്തുനബിയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് മാത്രം നമ്മുടെ ആഗ്രഹം നേടിയെടുക്കാം. അതുപോലെ തന്നെ 2 സ്വലാത്തുകൾക്കിടയിലുള്ള പ്രാർത്ഥനയും റബ്ബ് തട്ടിക്കളയില്ല. നമുക്കെല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. അസ്മാഉൽ ഹുസ്ന ചൊല്ലി പ്രാർത്ഥിച്ചാലും നമുക്ക് ഉത്തരം കിട്ടും, സ്വലാത്ത് ചൊല്ലിയാലും ഉത്തരം കിട്ടും. അപ്പോൾ അള്ളാഹുവിന്റെ പ്രധാനപ്പെട്ട ഇസ്മുകളും സ്വലാത്തും കൂടി ചേർന്നൊരു പ്രാർത്ഥന ആണെങ്കിലോ ആ പ്രാർത്ഥനയുടെ പവർ ഇരട്ടിയാകൂലേ. നമ്മുടെ നേതാവും നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഈ പ്രാർത്ഥന സുബഹി നിസ്കാര ശേഷം 3 വട്ടം ചൊല്ലിയാൽ അതിന് ഉത്തരം ഉണ്ട്. ഇനി എങ്ങനെയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്? സുബഹി നിസ്കാരം കഴിഞ്ഞ് നമ്മൾ എന്നും ചൊല്ലുന്ന ദിക്റും സ്വലാത്തും ഒക്കെ ചൊല്ലി കഴിഞ്ഞ ശേഷം ഈ പ്രാർത്ഥന 3 വട്ടം ചൊല്ലുക. അതിനുശേഷം നമ്മുടെ മനസ്സിലുള്ള ആഗ്രഹം പറയുക. വീണ്ടും ആ പ്രാർത്ഥന ചൊല്ലുക. വീണ്ടും നമ്മുടെ ആഗ്രഹം പറയുക. മൂന്നാമത്തെയും പ്രാർത്ഥന ചൊല്ലി നമ്മുടെ ആഗ്രഹം പിന്നെയും പറയുക. എല്ലാവർക്കും വളരെ ഈസി ആയിട്ട് പഠിച്ചെടുക്കാൻ പറ്റുന്ന പ്രാർത്ഥനയാണ്. ഈ പ്രാർത്ഥനയിൽ ഇലാഹിന്റെ 4 പ്രധാനപ്പെട്ട ഇസ്മുകളുണ്ട്. യാ ബാദിഹ്, മുൻ മാതൃകയില്ലാത്ത പടച്ചവൻ. യാദൽ ജലാലി വൽ ഇക്റാം, ഏറ്റവും പ്രൗഢിയും മഹത്വവും ഉള്ളവൻ. യാ ഹയ്യു, എന്നെന്നും ജീവിച്ചിരിക്കുന്നവൻ. യാ കയ്യൂം, എല്ലാം നിയന്ത്രിക്കുന്നവൻ. അതിനുശേഷം നബിതങ്ങളുടെ പേരിൽ ഒരു സ്വലാത്ത്. യാ മന്നാനു, ഇതും വളരെ പ്രധാനപ്പെട്ടതാണ്. മനുഷ്യർക്കും മറ്റും ജീവജാലങ്ങൾക്കും എല്ലാ നന്മകളും നൽകുന്നവനെ എന്നാണ് കേട്ടോ അർത്ഥം. 3 വട്ടം ഓതിയാൽ നമ്മുടെ ആഗ്രഹം നടത്തി തരുന്ന പ്രാർത്ഥന ചൊല്ലാം. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ അൻത യാ മന്നാനു യാ ബാദിഉസ് സമാവാതി വൽ അർളി യാ ദൽ ജലാലി വൽ ഇക്റാം യാ ഹയ്യു യാ ഖയ്യൂം. സല്ല അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. അല്ലാഹുവേ, അല്ലാഹു അല്ലാതെ മറ്റൊരു ഇലാഹില്ല, മറ്റൊരു ആരാധനയ്ക്ക് അർഹനില്ല. എല്ലാ നന്മകളും നൽകുന്നവനെ, ആകാശവും ഭൂമികളെയും ഒരു മാതൃകയുമില്ലാതെ പടച്ചവനെ, ഏറ്റവും പ്രൗഢിയും മഹത്വവും ഉള്ളവനായ റബ്ബേ, എന്നെന്നും ജീവിച്ചിരിക്കുന്നവനെ, എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നവനെ, എൻ്റെ നേതാവായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും കുടുംബത്തിൻ്റെ മേലിലും കരുണ ചെയ്യണമേ. ഇന്നലെ നമുക്ക് സുബഹി നിസ്കാര ശേഷം മാത്രമല്ല, എല്ലാ ഫർള് നിസ്കാര ശേഷവും ചൊല്ലട്ടോ. എന്ത് സങ്കടം വരുമ്പോഴും എന്ത് പ്രയാസം വരുമ്പോഴും ചൊല്ലാം. നമ്മുടെ ജീവിതത്തിലെ എല്ലാ സങ്കടങ്ങളെയും സന്തോഷങ്ങളെയും ആക്കാൻ കഴിയുന്ന പ്രാർത്ഥനയാണിത്. അപ്പോൾ ആരും സുബഹിക്ക് ശേഷം 3 വട്ടം ഈ പ്രാർത്ഥന ചൊല്ലാൻ മറക്കല്ലട്ടോ. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.